ഇവിടെ ശ്രീകുമാരൻ തമ്പി സാറും സജി സുരേന്ദ്രനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ സീരിയലിൽ അഭിനയിച്ചതിന് ശേഷം റേഡിയോ ജോക്കി ആയിട്ട് പോകുമ്പോൾ അതൊരു വേറൊരു തരം പാഷൻ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ഗ്രിപ്പ് ആയി കഴിഞ്ഞു. ഇപ്പൊ ശ്രീകുമാരൻ തമ്പി സാറ് ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടില് ഭാര്യ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സംസാരമുണ്ട്. അതായത് ഇതേപോലെ കസേരയായിരിക്കും, ഗസ്റ്റ് വരും, വന്നിട്ട് താടിയിൽ കൈവയ്ക്കും. കഷ്ടം, നിങ്ങളുടെ മകൻ്റെ ഭാര്യ ഓടിപ്പോയില്ലേ. ഇത് ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ മനസ്സ് എത്ര നോവുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ചോദിച്ച എനിക്ക് വേണ്ടപ്പെട്ടവരും വേണ്ടപ്പെടാത്തവരും പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ ഈ നാട്ടിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ വിഷമിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ നാട് വിടാൻ എടുക്കുന്ന ഡിസിഷന് തൊട്ട് മുന്നേ എനിക്ക് 2 ഓപ്ഷൻ. ഒന്ന്, ശ്യാമ സാറിനെ കണ്ട് അമൃത ടി വിയിൽ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഐ വുഡ് ഹാവ് ബിക്കം എ പ്രൊഡ്യൂസർ അറ്റ് അമൃത ടി വി. ആ ഇൻ്റർവ്യൂ അന്ന് അമൃത തുടങ്ങിയിട്ടില്ല. അതേസമയം എനിക്കൊരു കോള് വരുന്നു. അജിത് മേനൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹിറ്റ് എഫ്എമ്മിൽ ജോബായിട്ട് ജോയിൻ ചെയ്യാം ദുബായിൽ. ഈ 2 ഓപ്ഷനിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഞാൻ പ്രൊഡ്യൂസറായിട്ട് അമൃത ടി വിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ താടി കൈവയ്ക്കലും ഇതേ ഡയലോഗും കണ്ടിന്യൂ ചെയ്യും. എൻ്റെ അമ്മയെ വിഷമിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ റേഡിയോയിലേക്ക് പോവാണ്. അച്ഛൻ പറഞ്ഞു, നീ എഞ്ചിനീയർ അല്ലേ, നീ എഞ്ചിനീയറിങ് ചെയ്തുകൂടെ, നീ പോകണ്ട എന്ന് തന്നെ പറഞ്ഞു. മീഡിയ ആണ്, ഇതൊന്നും ശരിയാവില്ല. ഞാൻ പറഞ്ഞു എനിക്ക് 3 വർഷം സമയം തരും. ഈ 3 വർഷത്തിൽ ഞാൻ പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐ കം ബാക്ക്. പക്ഷെ ഞാൻ പ്രൂവ് ചെയ്താൽ ഐ ലെഫ്റ്റ് ദ സെൻറ്റൻസ് ഓപ്പൺ. 3 വർഷത്തിനകം ഞാൻ വർക്ക് ചെയ്ത സ്റ്റേഷൻ കാരണം വേറെ സ്റ്റേഷൻ അടച്ചുപൂട്ടി. വി ബിക്കേം ദ ടോപ്പ് സ്റ്റേഷൻ. ഐ ബിക്കേം ദ ബെസ്റ്റ് മെയിൽ ജോബ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ഷോ. ആൻഡ് പോപ്പുലാരിറ്റി എന്ന് മാത്രമല്ല, എനിക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു തന്നു. അന്ന് അത്രയും കാലം കൃഷ്ണൻ AV എന്ന് എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞിരുന്ന കൃഷ്ണൻ ക്രിസ് എന്നൊരു റേഡിയോ ജോക്കായിട്ട് മാറി. ക്രിസ് അയ്യർ എന്നായിരുന്നു ആദ്യം ആക്കിയത്. ക്രിസ് ആയിരുന്നു. പിന്നെ തമിഴ് റേഡിയോ സ്റ്റേഷനിൽ വന്നപ്പം ആ ഒരു ഐഡൻറ്റിറ്റി ക്രിസ് അയ്യറായി. ബട്ട് സം ഹൗ എനിക്ക് വാട്ട് ഐ ക്യാൻ ഡൂ ഫോർ മൈ ഫാമിലി, എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് കൂടെ ചേർക്കാം. ഞാനൊരു ജാതിപ്പേരിന് അറിയപ്പെടുന്നതിനേക്കാളും ക്രിസ് വേണുഗോപാൽ എന്ന പേര്, ഇന്ന് പല ആൾക്കാർ എന്നെ വേണുവേട്ടാന്ന് വിളിക്കുന്നത് അച്ഛന് കിട്ടുന്ന റെസ്പെക്റ്റാണ്. അത് ഞാൻ വേണ്ടാന്ന് വെക്കില്ല. സോ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മെറ്റമോർഫസിസ്, വെറും ഒരു ലാർവയായിട്ടിരുന്ന കൃഷ്ണൻ AV ഒരു പ്യൂപ്പൽ സ്റ്റേജിൽ ക്രിസ് ആവുകയും ഒരു ക്രിസ് അയ്യർ ആവുകയും അതിനുശേഷം ഒരു ക്രിസ് വേണുഗോപാൽ ആവുകയും അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ ആവുകയും അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ BTech PGD PM DSc MSc അപ്ലൈഡ് സൈക്കോളജി LLB എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ടൈറ്റിലും വാലും എല്ലാം വെച്ച് ഇങ്ങനെ വരുമ്പോഴും ഞാനിപ്പോഴും ആ കൊച്ചുകുട്ടിയാണ്. ഐ സ്റ്റിൽ ഹാവ് ദോസ് നീഡ്സ്. എന്നെ സ്നേഹിക്കണം എന്ന് എൻ്റെ കുഞ്ഞുമോൾക്ക് അറിയാം, എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയാം. ബിക്കോസ് ചില സമയത്ത് ഐ ബിഹേവ് ലൈക്ക് എ ചൈൽഡ്. എൻ്റെ അമ്മയ്ക്കറിയാം. സോ എന്തൊക്കെ വന്നാലും വി ജസ്റ്റ് മെയിൻ ദ സെയിം. മാർക്ക് മാൻസൺ പറഞ്ഞതുപോലെ സക്സസ് ഡസ് നോട്ട് ചേഞ്ച് യു അറ്റ് ഓൾ, നോർ ഡസ് ഫെയിലിയർ. ഞാൻ തോറ്റാലും ജയിച്ചാലും ഞാൻ ഇതേ ആൾ തന്നെയാണ്. എന്നെ ഇന്നും എൻ്റെ ഫ്രണ്ട്സ് AV എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ക്രിസ് എന്ന് വിളിച്ചാലും ക്രിസ് അയ്യരെന്ന് വിളിച്ചാലും വേണുവേട്ടാന്ന് വിളിച്ചാലും ഞാൻ അതേ ആൾ തന്നെയാണ്. ഐ സ്റ്റിൽ റിമെയിൻ ദ സെയിം. മേ ബി ദ ചേഞ്ച് ഇസ് ഇൻ ദ മൈൻഡ് സെറ്റ് ഓർ ദ പെർസ്പെക്റ്റീവ്. ഇത്രയും ലൈഫ് കണ്ട് പല അനുഭവങ്ങളും വന്നതിന് ശേഷം ട്രാൻസ്ഫർമേഷൻ ആയിരിക്കാം. ദാറ്റ് ഐ ഡോണ്ട് നോ. അതുകൊണ്ട് കുഞ്ഞുമോക്ക് എന്താ വേണ്ടതെന്നുള്ളത്, ലൈക്ക് വാട്ട് ഷീ നീഡ്സ്, പലപ്പോഴും ഷീ ഡസൻറ്റ് നീഡ് ടു ടെൽ മീ. എനിക്ക് ആ മുഖം കാണുമ്പോൾ അറിയാം, നമ്മളത് മനസ്സിലാക്കിയെടുക്കും. ബിക്കോസ് അതെല്ലാം കിട്ടാതെ പോയ നിമിഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത്രേ ആവശ്യമുള്ളൂ. അതെ, നമുക്ക് കിട്ടാതെ പോകുന്ന ചില സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഈ ഒഴുക്കുള്ള ശബ്ദമില്ലേ, ആകർഷിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പറയുന്ന അപ്പൂപ്പൻ രൂപമുള്ളപ്പോഴും ആക്ച്വലി വർത്താനത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ മാത്രമല്ല, ലിഫ്റ്റിൽ പോകുമ്പോൾ ഒരു കുട്ടി എന്നെ നോക്കിയിട്ട് വാവ് സാന്റാ ക്ലോസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതേ മോനെ ഞാൻ തൊപ്പി എടുക്കാൻ വിട്ടു. പക്ഷെ ഇടയ്ക്കൊക്കെ താടി ഡ്രിം ചെയ്യണമെന്ന് തോന്നുമല്ലേ? ഇല്ല, അങ്ങനെ തോന്നിയില്ല. ഭാഗ്യം. സോഷ്യൽ മീഡിയക്ക് തോന്നുന്നുണ്ട്. മോളും പറയും അപ്പാന്റെ താടി ഒരിക്കലും കളയില്ല, അല്ല താടി കളയാൻ പാടില്ല, മോഡൽ ലുക്കാണ്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണമെന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത്. അത് നമുക്ക് ചുമ്മാ കണ്ട് പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്താലോ വെറുതെ എന്താ പറയുന്നൊക്കെ. അപ്പൊ നോക്കൂ, ഞാൻ ചോദിച്ചത് ഈ ഒഴുക്കുള്ള വർത്താനത്തിനപ്പുറത്തേക്ക് ആ വർത്താനത്തിന് ശബ്ദവും കൂടെ നമ്മൾ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. നന്നായിട്ട് വോയിസ് കൾച്ചർ പഠിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പം ആ വർത്താനം നമുക്ക് പലപ്പോഴും ആശ്വാസമാണ്. അപ്പം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവുക ഈ വോയിസും കൂടെയാണ്. പെരുമാറ്റം നമ്മൾക്ക് മനസ്സിലായത് വോയിസും കൂടെയാണ്. ഈ വോയിസ് എത്രത്തോളം പ്രധാനപ്പെട്ടതായിട്ട് ദിവ്യക്ക് തോന്നിയിട്ടുണ്ട്?
അങ്ങനെയല്ല, എനിക്ക് ഞാൻ പറഞ്ഞ ആരാധന ഇത് മാത്രമായിരുന്നു ഫസ്റ്റ്. അല്ല ഞാൻ ഏട്ടനാമല്ല, എനിക്ക് അറിയില്ല. സൗമ്യ ചേച്ചി കസിൻ ആകെ അന്ന് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോ എന്തുമാ എന്ന് ചോദിച്ചതാണ് പുള്ളിക്കാരനെ മനസ്സിലാക്കുന്ന. ഞാൻ ഒന്നുമില്ല, കൾച്ചറും കൂടിയാണ്. ഞാൻ എല്ലാവരെയും എന്തുമാ, എന്താ കുഞ്ഞെ എന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അത് സ്പെസിഫിക് ആയിട്ട് ചെയ്തതല്ല. പക്ഷെ ഇപ്പൊ കുഞ്ഞുമോളെ എന്ന് വിളിക്കുന്ന മനസ്സിൽ അത് ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ പോകുമ്പോ ഏട്ടാ അപ്പൊ ഇങ്ങനെ ബാക്ക് കൊടുത്തിട്ട് എന്തമ്മ എന്തോ ഇതുവരെ ഒരാളോ ഇങ്ങനെ പറയാത്ത പെരുമാറാത്ത ഒരു രീതിയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടെയോ ഒരു തോന്നുമല്ലോ. ഇപ്പൊ കുറെ നേരം സംസാരിക്കണം. അപ്പൊ എനിക്കറിയാം ഈ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ അറിയാം. അപ്പൊ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ആദ്യം പേടിയായിരുന്നു പറയാം, എന്ത് വിചാരിക്കും അറിയില്ലല്ലോ. ചിലവരോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇവളിങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പൊ എനിക്കെല്ലാം അപ്പൊ ഞാൻ ചോദിച്ചില്ലേ, എല്ലാം ഓപ്പണായിട്ട് ഞാൻ തുറന്ന് പറയട്ടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞു, എന്താ ക്ലാസ് വേണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ മതി, മോളെയും കൂടി കൊണ്ടുവന്നു പറഞ്ഞു. എന്തോ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്നെ വിളിച്ചു, എന്താ വരാത്തത്? ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എറണാകുളത്ത് ക്ലാസ്സിന് പോവുകയാണ്, വന്നിട്ട് കാണാമെന്നാണ്. അപ്പോഴും കാണാൻ പറ്റിയില്ല. പിന്നെ ഈ സൗമ്യ ചേച്ചി ഒരു നിമിത്തം പോലെ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് സത്യം. അതാണ് ഞാൻ അല്ല പിന്നെ അത് ചോദിച്ചു. എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നല്ലൊരു സമയം വരാൻ പോകുന്നത്, 40 വയസ്സ്. ഇത് ഓരോ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും നമുക്ക് കമ്പാരിസൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടിക മാത്രം വെച്ച് ബിൽഡിംഗ് നമുക്ക് പണിയാൻ പറ്റില്ല. അവിടെ ഒരു ചാന്തും വേണം, സിമെൻറ്റിൻ്റെ ഒരു മോട്ടർ വേണം. സിമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പണിയാൻ പറ്റില്ല. ആസ് എ സിവിൽ എഞ്ചിനീയർ ഐ വുഡ് സേ ദാറ്റ്. ഞാൻ പറയും പ്രകൃതിയുടെ രീതിയിൽ നേച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. രാത്രി മാത്രമായാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വി നീഡ് ഹാഫ് എപ്പോഴും വേണം. സൂര്യന് മാത്രം ഉദിക്കുന്ന ചില ദിവസങ്ങളിലുള്ള രാജ്യങ്ങളുണ്ട്, അവിടെ ഉള്ളവരുടെ കഷ്ടം നമുക്കറിയാം. അല്ലെങ്കിൽ രാത്രി 30 ദിവസം രാത്രിയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആസ് എ നാച്ചുറലിസ്റ്റ് ഐ വുഡ് സേ ദാറ്റ്. മനസ്സും ബുദ്ധിയും രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. സെൻസസ് സപ്പോർട്ട് ചെയ്താലേ കാര്യമുള്ളൂ. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഐ വുഡ് സേ ദാറ്റ്. അതേപോലെ ഒരു ഹ്യൂമനിസ്റ്റായിട്ട് ഞാൻ പറയുന്നു, ഒരാൾ ഒറ്റപ്പെടുമ്പം ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ വറിയല്ലേ എന്ന് പറയാൻ ഇത്രയും എക്സാമ്പിൾസ് ഒന്നും ആവശ്യമില്ല. മനസ്സുകൊണ്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ, ഡോണ്ട് വറി. അത് സംസാരിക്കാൻ അറിയാത്ത ഒരാൾ വെറുതെ കൈപിടിച്ച് എന്ന് മാത്രം കാണിച്ചാൽ മതി. ശബ്ദം ഒരു കാര്യമല്ല. ആ ഫീലിംഗ് വിച്ച് യു ഹാവ് ഇൻ ദ ഹാർട്ട്, അതിന് വാക്കുകൾ ആവശ്യമില്ല, ശബ്ദം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ സംസാരത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയുന്ന നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ കുറെ കൂടെ പഠിക്കാൻ പോകുന്നത്, പ്രൊഫൈലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷേ ആ ഏരിയയിലൊക്കെ അത്യാവശ്യം നോളജുള്ള ഒരാളാണെന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്. കാരണം നമ്മുടെ പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കുമല്ലോ, എത്രത്തോളം ലോകം കണ്ട ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ഫീൽ ആയിരിക്കുമല്ലോ ഒരു പക്ഷെ ആ കംഫർട്ട്നെസിന്റെ എത്രയും ഒരു ആത്മവിശ്വാസം തന്നത്, ഇയാളെ സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നതല്ലേ? സത്യം ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഈശ്വര ഇത് വേണോ, എന്നെ പറ്റും, പേടിയായിരുന്നു സത്യം. അപ്പോഴാണ് എനിക്ക് നല്ലോണം പേടിയായത്. എന്നോട് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. എനിക്കതൊരു പ്രശ്നമല്ല. ഇംഗ്ലീഷേ സംസാരിക്കാൻ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഹെലൻ കെല്ലർ സംസാരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല ലൈഫ് ലോങ്. അപ്പോൾ ആനി സലിവൻ പോലത്തെ ഒരാൾക്ക് ഹെലൻ കെല്ലറിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഈ കുഞ്ഞുമോളെ എനിക്ക് ലോകം കാണിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ലോകം കാണാൻ ഇംഗ്ലീഷ് അറിയുന്നില്ല. ഞാൻ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവര് മൊത്തം ഫാമിലി എല്ലാരും ഇംഗ്ലീഷാണ് സംസാരിക്കുക മൊത്തം. അപ്പൊ എനിക്ക് ടെൻഷനാ, ഈശ്വരോ എന്തോന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം ഏട്ടൻ്റെ കൂടെ അത്യാവശ്യത്തിന് ക്ലാസ് ഒക്കെ എടുത്തെടുക്കുമ്പോൾ ഞാൻ പോയിരിക്കും. അപ്പൊ ഞാൻ പറയാട്ടാ അവരെന്തെങ്കിലും ചോദിക്കുമോ. അപ്പം എനിക്ക് ഇപ്പം ലോൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞു അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയട്ടാ. കുഞ്ഞുമോളെ അവർക്ക് മലയാളം അറിയാം, കുഞ്ഞുമോൾക്ക് മലയാളം അറിയില്ലേ, അത് പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ശരിക്കും ഇന്നസെൻസ് ആണ് ശരിക്കും കുഞ്ഞുമോളെന്നുള്ള വിളിക്ക് പിന്നിൽ അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയാണ് കുഞ്ഞുമോളെ എന്നിട്ടത്. അതെ, എന്റെ ക്യൂട്ട്നെസ് അങ്ങനെയാണ് വന്നത്. ബിക്കോസ് കൊച്ചുകുട്ടികളെ പോലെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, കുറച്ച് മെച്ചൂർഡായ പ്രായമായ മകളുള്ളത് ഒരുപക്ഷെ കുറച്ചുകൂടെ നമുക്ക് ആശ്വാസമായി. ഇല്ലെങ്കിൽ ഒരുപക്ഷെ മകൻ ചെറുതാണ്, ബുദ്ധിപരമായി സംസാരിക്കുന്നതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മകളൊരു ആശ്വാസമായില്ലേ? ഇത്രയും പ്രായമായത് മകൾക്ക് ഒരു +2 കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു ആശ്വാസമല്ലേ ശരിക്കായത്? എന്നെക്കാളും ഞാൻ സത്യം പറയാച്ചാൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല.
ഞാനത് മോളായിട്ട് ഷെയർ ചെയ്യും. മോളെ ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യം ഞാൻ മറച്ചു പിടിക്കില്ല മോളായിട്ട്. നമ്മളെന്നാ പറയണ്ടേ, ഞാൻ അവരോട് എന്നാ ഇത് ചോദിക്കും. ഞാൻ സത്യം അവള് ചില സമയത്ത് എൻ്റെ അമ്മ ഒരിക്കൽ പുറത്തു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ എന്താ മോളെ കൊണ്ടുപോവാണ്. അപ്പൊ ശരി, നേരത്തെ വീട്ടിൽ കൊണ്ടുവിടണം കേട്ടോ എന്റെ മോള്. അങ്ങനത്തെ ഫൺ കോൺവെർസേഷൻ. അതുപോലെ അവരെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ ടോവിനോയെ കാണണമെന്ന് മകള് പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അല്ല, അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ അവാർഡ് നൈറ്റിന്റെ അന്ന് പോയപ്പോൾ അന്ന് എൻ്റെ കൂടെ വന്നിരുന്നു മോള് വന്നിരുന്നു. ഞാനും അമ്മയും കൂടെയാണ് പോയത്, മോളുണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് അന്ന് ടോവിനോ സ്റ്റേജിലുണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ല. ആക്ച്വലി കുഞ്ഞുമോളുടെ സിസ്റ്ററുടെ മകള് ആക്ട്രസ്സാണ്. അവർ ബാക്ക് സ്റ്റേജ് ഉണ്ടായിരുന്നു, ഫോട്ടോ എടുത്തു. അപ്പം മോക്കൊരു അന്നൊരു വിഷമം ഉണ്ടായി, അതായത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ രാത്രിയായി, ഇറങ്ങാനുമായി. ആ സമയത്ത് ഫോട്ടോയും എടുക്കാൻ പറ്റിയില്ല. അന്ന് ARMന്റെ പ്രൊമോഷൻ നടക്കാം. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പറ്റാത്തപ്പോൾ മോളുടെ വിഷമം എനിക്ക് ഐ ക്യാൻ സെൻസ് ഇറ്റ്. മോളന്ന് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, ആ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ള ഒരു ഫാൻ വേർഷിപ്പ്, ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇന്ന് രാവിലെ തൊഴുതിട്ട് വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുകയും കല്യാണത്തിൻ്റെ വിഷസ് അറിയിക്കുക എല്ലാം ചെയ്ത മൊമെൻറ്റ്സ് ഉണ്ട്. അവർക്ക് എടുക്കാൻ കിട്ടുന്നതിനേക്കാളും എത്രയോ വലുതാണ്, ബിക്കോസ് ഹീസ് എ ബിഗ് സ്റ്റാർ. അങ്ങനെ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അത് ഐ വിൽ ട്രൈ ആൻഡ് ഡു ദാറ്റ്. അത് ചെയ്യണം, കാരണം മോക്ക് അങ്ങനെ ഒരു സങ്കടം വരാൻ പാടില്ല. മോൾ ആഗ്രഹിച്ച ആ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ അല്ലേ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അത് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബിക്കോസ് അന്ന് ഞാൻ കൂടെ പോയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അവാർഡ് നൈറ്റിന് ഐ കുഡ് ഹവ് വാക്ക്ഡ് ഇൻ. പക്ഷേ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രൈവസിയിലേക്ക് ബ്രീച്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് ഐ നോ ദറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ മോൾക്ക് വേണ്ടി ഞാനത് ചെയ്യും. അതുപോലെ തന്നെ സംഭവിക്കും. ഈ നാട് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നാടെന്ന് പറയുന്ന പല അവസ്ഥകളുണ്ടാവും, വിദേശ രാജ്യങ്ങളുണ്ടാവും, ഇവിടെ തന്നെയുള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അനുഭവിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു രസമാണ് നാടെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം നാട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ള ജോലികളാണ് രണ്ടുപേർക്കും. നാട് എങ്ങനെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണത്തിന് മുന്നത്തെ ദിവസം ഞങ്ങൾ ഒരു ക്ഷേത്രം, മുണ്ടക്കയത്തിലുള്ള ഒരു ക്ഷേത്രം, വള്ളിയങ്കാവ് ക്ഷേത്രം. അവിടെ തെക്കൻമലയിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ട്രക്ക് ചെയ്ത് 4 പേരും നടന്നങ്ങ് പോയി വേർത്ത് കുളിച്ച് നിലവിളിച്ച്. ഇറ്റ് വാസ് ഫൺ. ആ ഒരു മൊമെന്റ് മതി. അതിൽ കാലുവേദന ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ പ്രോബബ്ലി ചിലപ്പോൾ തൊട്ടടുത്ത ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ യാത്ര. ഈ വയസ്സായി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൽ പോകുന്നതായിരിക്കും ഏറ്റവും വലിയ യാത്ര. അപ്പോൾ ലോകം കാണുക എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാപ്പൻ എവറി ഡേ. അതെപ്പോഴും ഞങ്ങൾ വിൽ ഫൈൻഡ് ടൈം. ലോകം കാണുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ വാക്കാണ്, വലിയ പാടാണ് ഇത് മനസ്സിലാക്കിയെടുക്കുക. അതെ. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ക്യാരക്ടർ അപ്പൂപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, മൂർത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി നിങ്ങളുടെ മാരേജിന് സോഷ്യൽ മീഡിയയുടെ ഇടപെടലിൽ ദോഷകരമായിട്ട് ഇടപെടുന്നതിൻ്റെ ഒരു കാരണം ക്യാരക്ടറാണ്. അപ്പൂപ്പൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അപ്പൂപ്പൻ കുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ എഴുതാൻ അവർക്ക് സഹായം. നല്ല കാലം കുഞ്ഞുമോൾ ആ സീരിയലിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല. ഒരു സിനിമയിൽ വന്ന കാരണം ഡേറ്റ് ക്ലാഷ് ഉണ്ടായി. ആരണ്യം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഡേറ്റ് ക്ലാഷ് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ കൊച്ചുമകന്റെ അമ്മായിമ്മയെ തട്ടിക്കൊണ്ടുപോയിന്നായിരിക്കും നിങ്ങൾ എഴുതുന്ന ടൈറ്റിൽ. അതെന്തായില്ല. എവിടെയോ രക്ഷപ്പെട്ടു. കാരണം മൂർത്തി മുത്തശ്ശൻ കൊച്ചുമകന്റെ അമ്മായിമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ആ ബോർഡ്. Everything happens for a reason. ഈ ലോകത്ത് ഒരു റീസൺ ഇല്ലാതെ ഒരു ഇല പോലും താഴെ വീഴത്തില്ല. വേണമെങ്കിൽ ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, I have promises to keep and miles to go before I sleep എന്ന് പറഞ്ഞാൽ നടന്നങ്ങ് പോവാം. പക്ഷെ ആ ഫാളിങ് ലീഫിന്റെ റീസണും കൂടെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത്ര ഇല്ലു. അച്ഛൻ ചിരിച്ചു കാണുക, അമ്മ ചിരിച്ചു കാണുക, എൻ്റെ മക്കളെ ചിരിച്ചു കാണുക, എൻ്റെ കുഞ്ഞുമോളെ ചിരിച്ചു കാണുക, ഇതൊക്കെ ഉള്ളൂ. വേറൊന്നും വലുതായിട്ടൊന്നും ആവശ്യമില്ല. അതെ, പ്രൊഫഷണലി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം മലബാർ ഗോൾഡും ക്ലബ് എഫും ഈ പറയുന്ന നമ്മുടെ സ്ഫടികം റിലീസും ഒക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്നതാണ്. പക്ഷെ 4000-ലധികം ആഡ്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. 22,000 അത്രയും ആഡ്സിന്റെ 22,000 കമേഴ്ഷ്യൽസ്. അത് ബെയർ മിനിമം കാൽക്കുലേഷൻ ആണ്. അതൊക്കെ ക്രോസ് ചെയ്ത് കാലം കുറേ ആയി. വേറെ ലെവൽ. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം 15 മിനിറ്റ് ഉണ്ടോ? ഉണ്ടാവും. ഈ 15 മിനിറ്റിൽ ഒരു പേജ് എഴുതാലോ. ആസ് എ റൈറ്റിംഗ് കോച്ച് ഞാനത് പറയുന്ന ഒരു കാര്യമാണ്.
ഈ 15 മിനിറ്റിൽ ഒരു പേജ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നടന്ന ഒരു യുണീക്ക് ഇൻസിഡൻറ്റ് ഇത്ര മാത്രമേ എഴുതാവൂ. 15 മിനിറ്റിൽ യു ഹാവ് ടു സ്റ്റോപ്പ്. ഒരു പേജ് കഴിഞ്ഞാലും യു ഹാവ് ടു സ്റ്റോപ്പ്. ഒരു വർഷം എഴുതി കഴിഞ്ഞാൽ യു ഹാവ് 365 പേജസ്. ഒരു ബുക്കിന് 90 പേജ് മതി. വിച്ച് മീൻസ് ഒരു വർഷത്തിൽ 4 ബുക്ക് എഴുതാം. എന്നാ ഇപ്പോൾ നിങ്ങൾ എഴുതിയ ബുക്സൊക്കെ എവിടെ? ഈ 15 മിനിറ്റ് ഇല്ലാതായതല്ലല്ലോ, അല്ല, നമ്മൾ എഴുതാത്തതാണ്. അപ്പോൾ ഈ കമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡിൻ്റെ ഒരു കമേഴ്ഷ്യൽ, 22,000 കമേഴ്ഷ്യൽ പറഞ്ഞാൽ വലുതൊന്നുമല്ല. എന്നെക്കാളൊക്കെ എത്രയോ ചെയ്ത ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്ന 22,000 കമേഴ്ഷ്യൽസ് ബെയർ മിനിമം കാൽക്കുലേഷൻ. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പ്രോബബ്ലി ഐ എൻജോയ്ഡ് വർക്കിംഗ് ദാറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില സമയത്തൊക്കെ ലുലുവിൻ്റെയൊക്കെ ഐ തിങ്ക് ഐ വുഡ് ഹാവ് ഡൺ 14 ഡിഫറെൻറ്റ് കമേഴ്ഷ്യൽസ് എഴുതി. അതിൻ്റെ 3 ട്രാൻസ്ലേഷൻ, തമിഴ്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്. ഈ 64 കമേഴ്ഷ്യൽ ഞാൻ ഒരു ദിവസം വോയിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 22,000 ഒക്കെ ചെറിയ നമ്പറാണ്. നമ്മളൊന്നും ഒന്നുമല്ല. ഒന്നും അല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് കല്യാണത്തെ പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒരു കൊശവനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, നോട്ട് അഗെയിൻസ്റ്റ്, ഞാൻ ജാതിയല്ല പറയണേ, ഒരു പോട്ടറിനെ കാണുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തൊരു സൗകര്യം അത്. അല്ലെങ്കിൽ കൊശവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് വെരി ബാഡ്. കലം ഉണ്ടാക്കുന്നവൻ ഒരു ദിവസം അദ്ദേഹം 12-13 കലം ഈസി ആയിട്ട് 1 മണിക്കൂറിലൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ഞാൻ പോട്ടേഴ്സ് വീലിൽ ഇരുന്നിട്ട് ഞാൻ എത്ര ശ്രമിക്കുമ്പോഴും ഒരു പോട്ട് തീർക്കാൻ എനിക്ക് സമയമെടുക്കും. ഡസ് ദാറ്റ് മീൻ ഐ എം നത്തിങ്? ഇല്ല, എനിക്ക് അത്രയും പ്രാക്ടീസ് ഇല്ല, അത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീ വുഡ് ഓൾസോ ബിക്കം എ വോയിസ് ആർട്ടിസ്റ്റ്. 22,000 കമേഴ്ഷ്യൽസ് ചുമ്മാ അങ്ങ് ചെയ്യും. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ ഇതിൽ. പക്ഷെ ഭാഷയിൽ ഇപ്പോൾ ഉറുദു, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഏതൊക്കെയാവും പിന്നെയുള്ള കന്നഡ, കുറച്ച് സിംഗളം, കുറച്ച് തഗാലോഗ്, കുറച്ച് സ്പാനിഷ്, കുറച്ച് അറബിക്, ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ അഭിനയിച്ചതിൽ തമിഴിൽ അഭിനയിച്ചു, തമിഴില് പുറത്തു വന്നോ? സിനിമ പുറത്തു? രാമബാണം റിലീസായി, നല്ല രീതിയിൽ ഓടി. അത് ഹിന്ദിയിൽ റിലീസായി, UK ഹിന്ദിയിലാണ് റിലീസായ രാമബാണം. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദിയിൽ അവൈലബിൾ ആണ്, തെലുഗുവിൽ അവൈലബിൾ ആണ്, തമിഴിൽ അവൈലബിൾ ആണ്, മലയാളത്തിൽ അവൈലബിൾ ആണ്. രാമബാണം തെലുഗു ചെയ്തുകൊണ്ടാണ് ഇത്രയും വൈഡ് റീച്ച്. ഇപ്പോൾ അഗത്യൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ അതിൻ്റെ പേര് മേധാവി എന്നായിരുന്നു, വിജയ് സാറിൻ്റെ. ഇപ്പം അത് റിലീസിങ് ടൈറ്റിൽ ഇസ് അഗത്യ. ഈ അഗത്യ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യുമ്പോൾ തമിഴിൽ എൻ്റെ അടുത്തൊരു മൂവിയാവും. മലയാളത്തിലിപ്പോൾ കർണിക, സംഭവ സ്ഥലത്ത് നിന്ന്, പൂട്ട്, അങ്ങനെ പല സിനിമ. പൂട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഐ വുഡ് സേ മലയാള സിനിമ ഇൻഡസ്ട്രി കാണാത്തൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ഉള്ള അമൽ നൗഷാദ് എന്ന് പറഞ്ഞൊരു ബ്രില്യൻ ഡയറക്ടറുടെ അമേസിങ് വർക്ക്. ആ സിനിമ തിയേറ്ററിക്കൽ റിലീസ് കിട്ടാതെ പോയി. ഐ ഫീൽ വെരി സോറി ഫോർ ദാറ്റ്. ജനങ്ങൾക്ക് നല്ല സിനിമ കാണാൻ കിട്ടിയില്ല. സൈന പ്ലേയിലുണ്ട്, യെസ്, ഇറ്റ്സ് എ നൈസ് മൂവി. പക്ഷേ ഒരു മൊബൈലിൽ കണ്ടു തീർക്കേണ്ട സിനിമയല്ല. അതിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും പാടുപെടുന്നത്. സുജിത്തേട്ടനൊക്കെ ദേഹം മുഴുവനും മുറിഞ്ഞ് ചോരയൊക്കെ വരുന്ന ആ ലെവലിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ 2 പ്രാവശ്യം പാമ്പ് കടിച്ചത് ആ സെറ്റിൽ വെച്ചിട്ടാണ്. അതിൽ ഒരു ദിവസം ഈ 16 പന്തം ഉണ്ടാക്കിയിട്ട്, ലൈറ്റ്സ് ഇല്ല, പന്തം വെച്ചിട്ടൊരു സിനിമ. ഈ രാത്രി ഈ 16 പന്തം ഉണ്ടാക്കാൻ സ്റ്റുഡൻസാണ്, ആർട്ട് സ്കൂളിലെ സ്റ്റുഡൻസാണ്. അവരെടുത്ത എഫേർട്സ് ഇതെല്ലാം ജസ്റ്റ് ഗോസ് ഡൗൺ ദ ഡ്രെയിൻ വെൻ ഇറ്റ് ഡസ് നോട്ട് റിലീസ്ഡ് ഇൻ എ തിയേറ്റർ. സ്റ്റുഡിയോയിൽ ഡബിങ് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡബിങ് തിയേറ്ററിൽ ആ സൗണ്ടിൽ ചോദിക്കാം, എന്ത് പടം മനുഷ്യ എന്ന് ചോദിക്കുന്ന ആ മനുഷ്യന് പോലും തിയേറ്ററിൽ അത് കാണാൻ പറ്റില്ല എന്നുള്ളത് ഇറ്റ്സ് എ സാഡ് സ്റ്റോറി. അതേപോലെ പല സിനിമകളും അങ്ങനെ കാണാതെ പോയതുണ്ട്. ആൻഡ് ഐ റിയലി ഫീൽ ബാഡ് അബൌട്ട് ദോസ് പീപ്പിൾ ഹൂ കുഡ് നോട്ട് മേക്ക് ഇറ്റ്. സിനിമ ഒരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് തിയേറ്ററിലെ സക്സസ്. പ്രോബബ്ലി ചില സിനിമകളുടെ വിധി അങ്ങനെയാണ്.